പ്രിയമുള്ളവരെ, നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. തെരുവിലേക്ക് സ്വാഗതം. ഭരണകക്ഷി തോൽക്കുകയും കോൺഗ്രസ് വിജയിക്കുകയും അൻവർ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അൻവർ പരാജയപ്പെട്ടെങ്കിലും അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിൽ കാമ്പുണ്ട് എന്നുള്ളതാണ് ഭരണകക്ഷി പരാജയത്തിൻ്റെ കാരണം. ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണ് എന്നുള്ളതും തിരുത്തലുകൾ ഭരണകക്ഷിയിൽ ഉണ്ടാവേണ്ട നടപടികളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസിൻ്റെ വിജയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ അൻവർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ, അൻവർ ഒന്നുകൂടെ മെച്യൂർഡ് ആകേണ്ടതുണ്ട് എന്നുള്ളത് സമൂഹം അൻവറിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. രാഷ്ട്രീയം കൊണ്ട് സത്യം വിളിച്ചു പറയുക മാത്രമല്ല, മറ്റു കാര്യങ്ങൾ പഠിക്കുന്നതിലും അവഗാഹം നേടുന്നതിലും മറ്റുള്ളവരുമായിട്ട് ഡീലുകൾ സംസാരിക്കുന്ന സമയത്ത് പക്വതയും പ്രകടിപ്പിക്കുന്നതിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൻ്റെ ആത്മസംതൃപ്തിയുണ്ട്. ആ ആത്മസംതൃപ്തി കരസ്ഥമാക്കാൻ അൻവറിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതീക്ഷയിൽ നിന്ന് അൻവർ അകന്നു പോകാൻ കാരണം. എന്നാൽ ഭരണകക്ഷി നല്ല ഒരു നേതാവിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്. നേതാവ് നന്നായിരുന്നാലും ഭരിക്കുന്ന കക്ഷിക്ക് അവരുടെ ഭരണത്തിൻ്റെ പ്രതിഫലനം നിർബന്ധമായിട്ടും ഇലക്ഷനുകളിൽ ഉണ്ടാവണം. വിവരമുള്ളൊരു സമൂഹത്തിൻ്റെ ഇടപെടലുകൾ ആ സമയത്തുണ്ടാവും. സ്വരാജ് നല്ല പ്രാസംഗികനാണ്, വിദ്യാർത്ഥി സമൂഹത്തിലൊക്കെ ശക്തമായ സ്വാധീനമുള്ള വ്യക്തിയാണ്. എന്നിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണ്. പ്രത്യേകിച്ച് പോലീസ് രാജിലൂടെ നീതി നടപ്പിലാക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ പല വിഷയങ്ങളും അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ട്. അതോടൊപ്പം പല കേസുകളുടെയും നടപടിക്രമങ്ങളിൽ ഭരണകക്ഷിയെ വിമർശിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ ഇടപെടലുകൾ, പോലീസ് ഭരിക്കുന്നത് കേരള രാഷ്ട്രീയമല്ല, കേരളത്തിലെ ഭരണകൂടമല്ല എന്നുപോലും പറയുന്ന, ആഭ്യന്തരം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇല്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക്. ഇതൊക്കെയും തന്നെ തിരുത്തേണ്ടതാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഈ പ്രാവശ്യം വോട്ടിങ്ങിലൂടെ ജനങ്ങൾ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ വിജയം ഈ ഭരണപക്ഷത്തിൻ്റെ പരാജയമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനപക്ഷത്ത് നിൽക്കാൻ, ജനങ്ങൾക്ക് നല്ല കാലം സൃഷ്ടിക്കാൻ, ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാവാൻ വേണ്ടി കോൺഗ്രസ് പരിശ്രമിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസിന് വോട്ട് നൽകുന്നതിലൂടെ ജനങ്ങൾ ചെയ്തിരിക്കുന്നത്.